കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്ററിന്റെ ബേസിക് മാത്തമാറ്റിക് അനാലിസിസ് എന്ന പേപ്പറാണ്. അപ്പൊ ഇത് കഴിഞ്ഞ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വെക്ടർ കാൽക്കുലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരു തിയറി പേപ്പറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ഡെഫിനിഷൻസ്, അതേപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന തിയറംസ് പ്രോബ്ലംസിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പൊ ഇത് മൊത്തം 4 മൊഡ്യൂളുകളാവുന്നത്. അപ്പൊ ആ 4 മൊഡ്യൂളുകളിൽ സെക്കൻഡും തേർഡ് മൊഡ്യൂളുകൾ ആണ് കമ്പാരിറ്റീവ്ലി ടഫ് ആയിട്ട് വരിക. ഫസ്റ്റ് മൊഡ്യൂള് പ്രിലിമിനറീസ് ആണ്, ആൻഡ് ദ ലാസ്റ്റ് മൊഡ്യൂള് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് 3 മൊഡ്യൂൾസ് ശരിക്ക് റിയൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിന്റെ ബേസിക്സ് ആണ്. അപ്പൊ ഈ പേപ്പറിൽ നമ്മളെ ഡിസ്കഷൻസ് കംപ്ലീറ്റ് ആയിട്ട് റിയൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ റിയൽ ലൈനിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ഈ പേപ്പറിൽ വരുന്നത്. അപ്പൊ ആദ്യം പ്രിലിമിനറീസ്. പ്രിലിമിനറീസിൽ ആദ്യം സെറ്റ് തിയറി. സെറ്റ് തിയറിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവാണ്. വാട്ട് ഈസ് എ സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കളക്ഷൻ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സെറ്റിനെ പല രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒന്ന് റോസ്റ്റർ ഫോം, നമ്മൾ അതിനെ 2 ബ്രാക്കറ്റിന്റെ ഇടയിലായിട്ട് ആ സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയും ലിസ്റ്റ് ചെയ്യും, സെപ്പറേറ്റഡ് ബൈ കോമസ്. ആൻഡ് രണ്ടാമത്തെ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ ആ സെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ദാറ്റ്, അതായത് ആ സെറ്റിലെ എലമെന്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സുകളായിട്ട് പറയും, ആ എക്സ് സാറ്റിസ്ഫൈങ് സർട്ടൻ കണ്ടീഷൻസ് എന്നുള്ള രീതി. അതാണ് സെറ്റ് ബിൽഡർ ഫോം. Then the third one is Venn diagram. അതായത് റെക്ടാങ്കിളിന്റെ അകത്ത് സെറ്റുകളെ സർക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് വെൻ ഡയഗ്രാം. അപ്പൊ അതില് ഓഫ്കോഴ്സ് ഈ റെക്ടാങ്കിളിനെ യൂണിവേഴ്സൽ സെറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് നമ്മുടെ ഡിസ്കഷനിൽ വരുന്ന സെറ്റുകളുടെ ഒക്കെയും സൂപ്പർ സെറ്റ് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇതിൽ കൂടുതൽ നമ്മുടെ ഡിസ്കഷൻ ഉപയോഗിക്കുന്ന സെറ്റ് ബിൽഡർ ഫോം ആയിരിക്കും. ഇനി സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നൊട്ടേഷൻസ് പരിചയമുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറ്. അതിന്റെ അകത്തുള്ള എലമെന്റ്സിനെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഇങ്ങനെ നമ്മൾ സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബിലോങ്സ് ടു, ഇസ് ആൻ എലമെന്റ് ഓഫ്, ഇതിന്റെ അകത്തുണ്ട് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ബിലോങ്സ് ടു. ആൻഡ് ഇത് does not belongs to, not belongs to എന്നുള്ള നൊട്ടേഷൻ. ആൻഡ് ചില സെറ്റുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ചില സെറ്റുകൾക്ക് പ്രത്യേകം നൊട്ടേഷൻസ് കൊടുക്കാറുണ്ട്. സെറ്റ് n ഫോർ നാച്ചുറൽ നമ്പേഴ്സ്, then z for integers, then q for rational, and t for irrational, then r for real numbers, and c for complex numbers. ഇനി അത് തന്നെ z പ്ലസ് പോസിറ്റീവ് ഇന്റിജേഴ്സ് കാണിക്കാൻ വേണ്ടി z പ്ലസ് ഉപയോഗിക്കാറുണ്ട്. z പ്ലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ z പ്ലസ്, and z minus for negative integers, and q plus for positive rational numbers. ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ആണ്. ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. a subset of b, സബ്സെറ്റ്. എപ്പോഴാണ് ഒരു സെറ്റ് മറ്റേ സബ്സെറ്റ് എന്ന് വിളിക്കുക? ഈ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും രണ്ടാമത്തെ സെറ്റ് ഉണ്ടെങ്കിൽ a is a subset of b. എയിലുള്ളവരൊക്കെ ബിയിലുണ്ടെങ്കിൽ a ബിയുടെ സബ്സെറ്റ്. നമ്മൾ സാധാരണ സബ്സെറ്റ് ഓഫ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കാറുണ്ട്. ഒരു എക്സ് ഏതിലെടുക്കും? എയിലെടുക്കും.
എന്നിട്ട് എന്തെങ്കിലും കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് അവസാനം ഈ എക്സ് ബിയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എ ഇസ് സബ്സെറ്റ് ഓഫ് ബി. ഇനി എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ ബി ഇസ് കോൾഡ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ. എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ നമ്മൾ പറയും എ ഇസ് ഈക്വൽ ടു ബി. അതുകൊണ്ട് തന്നെ രണ്ട് സെറ്റുകൾ സെയിം ആണ്, രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന രണ്ട് സെറ്റുകൾ സെയിം ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കണ്ടീഷൻസ് ഉപയോഗിക്കാറുണ്ട്. എ ബിയുടെ സബ്സെറ്റ് ആണെന്നും ബി എയുടെ സബ്സെറ്റ് ആണെന്നും പ്രൂവ് ചെയ്യും. എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എയിൽ ഒരു എക്സ് എടുക്കും, കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ബിയിലുണ്ടെന്ന് കിട്ടണം. അതേപോലെ ബി എയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ബിയിൽ ഒരു എക്സ് എടുത്തിട്ട് കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എയിലുണ്ടെന്ന് കിട്ടും. എപ്പോഴാണ് എ ബിയുടെ സബ്സെറ്റ് ആവുക? If every element of A is an element of B, then A is a subset of B. അങ്ങനെയാണെങ്കിൽ just 1, 2, 3. അപ്പോൾ നേരത്തെ ഒരു വേറൊന്ന് വിട്ടുപോയി. നൊട്ടേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന 5 stands for null set. Null set അല്ലെങ്കിൽ empty set. അതിൻ്റെ അകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ that is empty set. വെറുതെ രണ്ട് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാലും again എന്ത് തന്നെയാണ്? empty set ആണ്. സോ സെറ്റ് എ ബി സി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സബ്സെറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ഏത് വരും? നൾ സെറ്റ് വരും, ആരും ഇല്ലാത്തത്. ദെൻ സിംഗിൾട്ടൺ സെറ്റ് 1, 2 മാത്രമുള്ളത്, 3 മാത്രമുള്ളത്, 1, 2, 1, 3, 2, 3 and 1, 2, 3. അപ്പോൾ സബ്സെറ്റുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നൾ സെറ്റ് ഇസ് സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് ആൻഡ് ഏത് സെറ്റും ഇസ് സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. പിന്നെ സിംഗിൾട്ടൺ സെറ്റുകൾ ഇങ്ങനെ നോക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഫൈനൈറ്റ് സെറ്റിന് എക്സാക്ട്ലി ഇതിന്റെ അകത്ത് n എലമെന്റ്സ് ആണെങ്കിൽ there are 2 raised to n subsets. ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2 raised to n subsets ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 raised to n subsets ആണ് ഉണ്ടാവും. ഇനി നമുക്ക് ചില ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് നോക്കാം, അല്ലെങ്കിൽ ആൾജിബ്ര എന്ന് വേണമെങ്കിൽ പറയാം ഓഫ് സെറ്റ്സ്. അതായത് രണ്ട് സെറ്റുകൾ ചേർന്നിട്ട് വേറെ സെറ്റ് ഫോം ചെയ്യുന്ന കേസ്. ഫസ്റ്റ് വൺ ഇസ് യൂണിയൻ എ ബി 2 സെറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി, ഇതാണ് നൊട്ടേഷൻ. എ യൂണിയൻ ബി ദ സെറ്റ് ഓഫ് ഓൾ എക്സ്. എല്ലാ എക്സുകളുടെയും കളക്ഷൻ ആണ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അതിനർത്ഥം എയിലോ അല്ലെങ്കിൽ ബിയിലോ ഉള്ള ആളുകളുടെ കളക്ഷൻ ആണ് ഇതിൽ ഉണ്ടാവുക, എ യൂണിയൻ ബിയിൽ ഉണ്ടാവുക. ആൻഡ് ഇത് എ ഇത് ബി ആണെങ്കിൽ എ യൂണിയൻ ബി ഇസ് ദ ടോട്ടൽ സെറ്റ്. വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് അങ്ങനെ പറയാം. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളുകളുടെ കളക്ഷൻ ആണ് ഇതിലുണ്ടാവുക, എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവുക. വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഇത് ബി, അങ്ങനെയാണ് ഈ കോമൺ പോർഷൻ ആണ് ഇത് എ ഇന്റർസെക്ഷൻ ബി. ഇത് ടോട്ടൽ എ യൂണിയൻ. Then X is complement. So ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ എയുടെ മുകളിൽ ഒരു വര, അങ്ങനെയും കോംപ്ലിമെന്റ് ഡിനോട്ട് ചെയ്യാറുണ്ട്. That is the set of all x that x does not belongs to A. അപ്പോൾ എയിൽ ഇല്ലാത്ത ആളുകളുടെ കളക്ഷൻ ആണ് ഇതിലുണ്ടാവുക, എ കോംപ്ലിമെന്റിൽ ഉണ്ടാവും. Then A minus B. A minus B the set of all x that x belongs to A but x does not belongs to B. A minus B contains all elements which are in A but not in B. ഏതിലുള്ള ആളുകളുടെ കളക്ഷൻ ആണ്, പക്ഷെ ഇതിലില്ല, ബിയിലില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ വെൻ ഡയഗ്രാം ഉപയോഗിക്കാം. എ ഉണ്ട്, ബി, എയിലുള്ളത് പക്ഷെ ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള ആളുകൾ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ദിസ് ഇസ് ദ കളക്ഷൻ എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ബി മൈനസ് എ? ഇതോ, ദിസ് ഇസ് ബി മൈനസ് എ. ആൻഡ് ദിസ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. That is called symmetric difference. Symmetric difference of A and B. ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. So symmetric difference of A and B is the union of
A minus B and B minus A, this connection. When angle this is same as A union B minus A intersection B. So A union B എന്ന് പറയുന്ന ഈ ടോട്ടൽ കണക്ഷനകത്ത് അതിന് കോമൺ ആയിട്ടുള്ള A intersection B മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാവും? സിമെട്രിക് ഡിഫറൻസ് ആവും. ഇതൊക്കെയാണ് സാധാരണ കേസിൽ ഓപ്പറേഷൻസ് ഓഫ് ഓൺ സെറ്റ്സ്. ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസിലോട്ട് പോയാൽ ഈ ഓപ്പറേഷൻസ് കണക്ട് ചെയ്തുകൊണ്ട് പല പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റും. അതിലൊന്ന് A complement with all complement. That is a complementary properties. Then A union the A complement. A ഉള്ളവരും A ഇല്ലാത്തവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതായത് യൂണിവേഴ്സൽ സെറ്റ്. Then A intersection A complement. A ഉള്ളവരും A ഇല്ലാത്തവർക്കും കോമൺ ആരും ഉണ്ടാവില്ലല്ലോ. So null set. And then union to intersection team properties are commutativity satisfying. So A union B is equal to B union A. A intersection B is equal to B intersection A. So this is commutative property. When associative property satisfying, A union B union C is same as A union B union C. അതേപോലെ ഇന്റർസെക്ഷന്റെ കേസിലോ A intersection B intersection C is same as A intersection B intersection C. So associative. Distributive property satisfying. Distributive A union B intersection C. That is equal to A union B intersection A union C. A into B plus C എന്ന് പറയുന്നത് അതേപോലെ. So A അതേപോലെ A intersection B union C is equal to ഉള്ളോട്ട് വരുമ്പോൾ A intersection B union A intersection C. These are distributive property. ഇതിനൊക്കെ അപ്പുറം De Morgan's law satisfies. So A union B the all complement is equal to A complement intersection B complement. അതേപോലെ A intersection B the all complement is equal to A complement union B complement. So ഈ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഫോർ De Morgan's laws. ഇതിന്റെ കൂടെ നമുക്ക് പറയാം നൾ സെറ്റ് അതിന്റെ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് നൾ സെറ്റ്. ഇപ്പൊ പറഞ്ഞ രണ്ട് സെറ്റുകളുടെ യൂണിയൻ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ n നമ്പർ ഓഫ് സെറ്റ്സ് A1 A2 A3 എക്സെട്ര an. അങ്ങനെയാണെങ്കിൽ A1 യൂണിയൻ A2 യൂണിയൻ A3 യൂണിയൻ എക്സെട്ര യൂണിയൻ an എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. എന്തായിരിക്കും ഈ കളക്ഷൻ? യൂണിയൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുതിയ സെറ്റാണ്. ആ പുതിയ സെറ്റിന്റെ അകത്ത് ഇതിൽ ഏതിലെങ്കിലും ഒന്നിലുള്ള ആളുകളൊക്കെയും ഇതിലുണ്ടാവും, യൂണിയനിലുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. യൂണിയൻ ഓഫ് I is equal to 1, യൂണിയൻ ഓവർ I is equal to 1 to n AI. So this set contains elements in A1, A2, A3, etc. an. ഇതിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ ഏതിലുണ്ടാവും? യൂണിയനിലുണ്ടാവും. So X belongs to this set means X belongs to either A1 or in A2 or in A3 etc. or in A. ഇതേപോലെ A1 intersection A2 intersection A3 intersection etc. intersection AN is denoted by intersection I is equal to 1 to n A. അപ്പൊ ഇതിലൊരു X ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിന്റെ അകത്തൊരു X ഒരു എലമെന്റ് ഉണ്ടാവണമെങ്കിൽ ആ എലമെന്റ് A1 ഉണ്ടാവണം, A2 ഉണ്ടാവണം, എക്സെട്ര ഏതിലും ഉണ്ടാവണം, AN ഉണ്ടാവണം. So X belongs to this set implies X belongs to AI for all I. അതേസമയം എവിടെയാണ് X belongs to AI implies X belongs to AI for some I. ഏതെങ്കിലും ഒരാൾ ഒരു സെറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഏതിലുണ്ടാവും? യൂണിയനിലുണ്ടാവും. അതേസമയം
ഇന്റർസെക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഇതിൽ ഓരോന്നിലും ഉണ്ടാവണം. സോ എക്സ് ബിലോങ്സ് ടു ദിസ് സെറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു എ ഫോർ ഓൾ എ. എവനിലും ഉണ്ട്, A2 ലും ഉണ്ട്, എക്സെട്ര ഏതിലും ഉണ്ട്, N-ലും ഉണ്ട്. ഇതേപോലെ then what is ഇതെന്തിന്റെയാ? So this is intersection, sorry, union of, so this is the union of infinite number of sets A1, A2, A3 etc. A infinity വരെ അല്ലെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ ഒക്കെ യൂണിയനെ ഡിനോട്ട് ചെയ്യുന്ന നമ്മൾ ഇത് വെച്ചിട്ട്. ഇതേപോലെ യൂണിയൻ I belongs to I AI. So indexed collection, arbitrary collection. So ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇത് A1 യൂണിയൻ, A2 യൂണിയൻ, A3 യൂണിയൻ എക്സെട്ര ഇൻഫിനിറ്റി വരിക. ആൻഡ് ഇവിടെ അതിന്റെ അർത്ഥം I എന്നുള്ളത് സപ്പോസ് ഇവിടെ ക്ലോസ് ഇന്റർവൽ 0, 1. അപ്പൊ ഇതിന്റെ അകത്ത് കറക്റ്റ് ഒരു കൗണ്ടബിൾ നമ്പർ ആണ്, ഇതിന്റെ അകത്ത് കൗണ്ടബിൾ നമ്പർ അല്ല, ഇത് അൺകൗണ്ടബിൾ ആണ്. അപ്പൊ കൗണ്ടബിലിറ്റി അൺകൗണ്ടബിലിറ്റി നമ്മുടെ ഡിസ്കഷനിൽ വരുന്നു. സോ ഈ കളക്ഷൻ നമ്മൾ പറയാതെ ആർബിട്രറി യൂണിയൻ എന്നാണ്. ദിസ് ആർബിട്രറി യൂണിയൻ, ഇത് ഇൻഫൈനൈറ്റ് യൂണിയൻ ആൻഡ് ദിസ് ഇസ് ഫൈനൈറ്റ് യൂണിയൻ. അടുത്ത ഒരു പോയിന്റ്, ക്രോസ് പ്രൊഡക്റ്റ്. അഗൈൻ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഓപ്പറേഷൻ ആണ്. രണ്ട് സെറ്റുകൾ യൂസ് ചെയ്തിട്ട് വേറെ സെറ്റ് ഫോം ചെയ്യാണ്. സോ സപ്പോസ് A and B are two sets and A cross B is a new set. പക്ഷെ ആ സെറ്റിലുള്ള എലമെന്റ്സ് are ordered pairs XY such that X belongs to A and X belongs to B. അപ്പൊ ആദ്യത്തെ എലമെന്റ് A എന്നും രണ്ടാമത്തെ എലമെന്റ് B എന്നും എടുത്തുകൊണ്ട് ordered pair XYകളായിട്ട് എഴുതാവുന്ന എല്ലാ XYകളുടെയും കളക്ഷൻ ആണ് ഇത്, the set A cross B. So if A is equal to 1, 2 and B is equal to A, B, C, then what is A cross B? A cross B is ordered pair 1A, 1B, 1C, so 2A, 2B, 2C. This is A cross B. So A യിൽ M elements ഉം B യിൽ N elements ഉം ആണെങ്കിൽ A cross B contains M into N elements. അപ്പോൾ അത് പറയുന്ന കാര്യമാണ്. And similarly B cross A is the set of all ordered pair XY such that X is taken from B and Y from A. നേരെ തിരിച്ചുള്ള ഓർഡറിലാണ്. ഇവിടെ B cross A എന്ന് പറഞ്ഞാൽ A1, A2, B1, B2, C1, C2. So again same number of elements ഉണ്ടാവും, പക്ഷേ they are not equal. So A cross B is not equal to B cross A. അതുകൊണ്ട് തന്നെ they are not equal sets, they are equivalent sets. Equivalent sets എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിലാണ് equivalent sets നമ്മൾ പറയാം. Then what is A cross B cross C? The set of all ordered triplet X, Y, Z such that X belongs to A, Y belongs to B and Z belongs to C. അപ്പൊ A എന്ന ഫസ്റ്റ് എലമെന്റ്, B എന്ന സെക്കൻഡ് എലമെന്റ്, C എന്ന തേർഡ് എലമെന്റ് എടുത്തുകൊണ്ട് എഴുതാവുന്ന എല്ലാ ഓർഡേർഡ് ട്രിപ്ലെറ്റുകളുടെയും കളക്ഷൻ ആണ് ഇത് A cross B cross C. And if A contains M elements, B contains N elements and C contains P elements, then A cross B cross C contains M into N into P. ഇത്രയും എലമെന്റ്സ് ഉണ്ടാവും ഇതില് A cross B cross C. ഇതേ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ R cross R എന്നത് the set of all ordered pair XY such that X, Y belongs to R is the entire two-dimensional plane. അല്ലെങ്കിൽ അത് നമ്മൾ R square എന്നോ R2 എന്നൊക്കെ വിളിക്കും. അതേമാതിരി R3 is three-dimensional space. And Z cross Z. So അങ്ങനെയാണ് അവിടെ Z cross Z. Z cross Z കിട്ടണമെങ്കിൽ Z cross Z contains the points 1, 1, 1, 2, 1, 3, 1, 4, 2, 1, 2, 2, 3, 2, 3 ഇങ്ങനെയുള്ള പോയിന്റ്സ് വരിക. അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാഫ് പേപ്പറിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ടാവും, വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടാവും. ഈ ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ പോയിന്റ്സിന്റെ കളക്ഷൻ ആണ് ശരിക്കും ഇത് വരിക, Z cross Z വരിക. എൻ്റയർ ഗ്രാഫ് പേപ്പർ ആണ് ശരിക്കും ഇത് വരാൻ പോകുന്നത് R2. ഇതിപ്പോ A cross B cross C പറഞ്ഞു. ഇതുപോലെ
A1 cross A2 cross A3 cross etc. cross AN is the ordered n tuples x1, x2, etc. xn such that xi belongs to AI. ഫസ്റ്റ് എലമെന്റ് നിന്ന് സെക്കൻഡ് എലമെന്റ് ഇങ്ങനെ എടുത്തിട്ട് ലാസ്റ്റ് എലമെന്റ് എ എന്ന് എടുത്ത് ഫോം ചെയ്യാവുന്ന എല്ലാ ഓർഡേർഡ് n ടുപ്പിൾസിന്റെയും കളക്ഷൻ ആണ് ശരിക്കും ഇത് വരുന്നത്. A1 cross A2 cross etc. cross A എന്ന് വരുന്നത് R cross R cross R cross etc. R n times ആണെങ്കിൽ that is R raised to n എന്ന് നമ്മൾ പറയും. സെറ്റ് ഓഫ് n tuples. ഇനി ഇതിനിങ്ങനെ നൊട്ടേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. യൂണിയന്റെ കേസിൽ ഇന്റർസെക്ഷന്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ പൈ varies over I is equal to 1 to n. Pi stands for the product. നമ്മൾ സിഗ്മ എന്നുള്ളത് സമ്മേഷൻ ഉപയോഗിക്കുന്ന പോലെ പൈ എന്നുള്ളത് പ്രൊഡക്റ്റിന് ഉപയോഗിക്കുന്നതാണ്. സോ എ ഐ ഇങ്ങനെ നമ്മൾ നൊട്ടേഷൻ ഉപയോഗിക്കാറുണ്ട്. പൈ varies over I is equal to 1 to n ai എന്ന് പറഞ്ഞാൽ that is A1 cross A2 cross etc. cross AN, that is the set of all n tuples of the form x1 x2 x3 etc. xn where xi belongs to A. അപ്പൊ ഇങ്ങനെയുള്ള കുറെ നൊട്ടേഷൻസും കാര്യങ്ങളും നമ്മൾ ഈ പേപ്പറിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയുന്നത് അനാലിസിസ്. നമ്മൾ അനലൈസ് ചെയ്യാണ്. ചെറിയ കാര്യങ്ങളെ പോലും കീറി മുറിച്ച് പഠിക്കുകയാണ് ശരിക്കും അനാലിസിസിന്റെ അകത്ത് ചെയ്യുന്നത്. ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ റിയൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിന്റെ അകത്ത് ചെയ്യാവുന്നത് റിയൽ ലൈനിനെ കംപ്ലീറ്റ് ആയിട്ട് കീറി മുറിച്ച് നമ്മൾ ഓരോ പോയിന്റുകളും പരിശോധിക്കും. പക്ഷെ ഈ കാര്യങ്ങൾ ഇതൊക്കെയും നൊട്ടേഷൻസും സിമ്പിൾ ഡെഫിനിഷൻസും കുറെ കാര്യങ്ങൾ നമ്മൾ എനിക്ക് തോന്നുന്നു +2 തൊട്ട് തന്നെ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് സെറ്റ്സിന്റെ കാര്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് വൺ വേരിയബിൾ ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനിടയിൽ ഒരു ടേം മിസ്സായി പോയിട്ടുണ്ട്, ദാറ്റ് ഈസ് ഡിസ്ജോയിന്റ്. രണ്ട് സെറ്റുകൾ എപ്പോഴും ഡിസ്ജോയിന്റ് ആവുക. രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് ആവും. ദർ ഈസ് നത്തിങ് കോമൺ ഇൻ ബിറ്റ്വീൻ ദം. അതിനർത്ഥം എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് നമ്മൾ പറയുന്ന സെറ്റ്സ് ആർ ഡിസ്ജോയിന്റ്. അപ്പൊ ആ ഒരു കേസ് പറയാൻ വിട്ടുപോയിരുന്നു. സോ ഡിസ്ജോയിന്റ് ആവും if A intersection B is null set. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രോബ്ലംസ്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ പ്രോബ്ലം നോക്കാം. അപ്പൊ അതിന് ഞാൻ നമ്പർ കൊടുക്കുകയാണ് 1.1. For any three sets ABC, prove that A minus B union C is equal to A minus B intersection A minus C. അപ്പോ രണ്ട് സെറ്റുകളാണ്, രണ്ട് സെറ്റുകൾ ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ചെയ്യുന്നത് ഇതിൽ ഒരു എലമെന്റ് എടുക്കും, അത് ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യും. ദാറ്റ് മീൻസ് ഫസ്റ്റ് സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ്. അതേപോലെ നേരെ തിരിച്ച് ഇതിൽ ഒരു എലമെന്റ് എടുക്കും, ആ എലമെന്റ് ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യും. ദാറ്റ് മീൻസ് സെക്കൻഡ് സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഫസ്റ്റ് സെറ്റ്. അപ്പൊ ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദേ ആർ ഈക്വൽ. സോ A is equal to B എന്നുള്ള, അതായത് A സബ്സെറ്റ് ഓഫ് B and B സബ്സെറ്റ് ഓഫ് A ആണെങ്കിൽ A is equal to B. ഇതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. So let x belongs to A minus B union C. X ഇതിലുണ്ടെന്ന് വിചാരിക്കും. X ഇതിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം that implies x belongs to A. A minus B union C ആണ്. അതായത് A യിലുണ്ട് പക്ഷെ A ഇല്ലാത്ത ആളുകൾ B union C ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ x belongs to A but x does not belongs to B union C. X A യിലുണ്ട് പക്ഷെ ഏതിലില്ല, B യൂണിയൻ C ഇല്ല. ഇനി നോക്കുന്ന B യൂണിയൻ C ഇല്ല എന്ന് പറഞ്ഞാൽ B യൂണിയൻ C ഉള്ള ആൾക്കാരൊക്കെയാ, ബിയിലുള്ള ആളുകളും എല്ലാം വരും, സിയിലുള്ള ആളുകളും എല്ലാം വരും ഏതില്, B യൂണിയൻ C. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ആള് B യൂണിയൻ C ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് എന്തായാലും ബിയിലില്ലല്ലോ, എക്സ് എന്തായാലും സിയിലില്ലല്ലോ. അപ്പൊ എക്സ് ബിയിലും ഇല്ല സിയിലും ഇല്ല. So this implies x belongs to A and x does not belongs to B and x does not belongs to C. ഇപ്പൊ ഞാൻ അതിനെ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം x A യിലുണ്ട് പക്ഷെ ഏതിലില്ല, ബിയിലില്ല. ആൻഡ് x A യിലുണ്ട് ആൻഡ് x ഏതിലില്ല, സിയിലും ഇല്ല.
എക്സ് എയിലുണ്ട് പക്ഷെ ബിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബി. എ മൈനസ് ബിയിലുള്ള ആളുകൾ ആരൊക്കെയാ? എയിലുണ്ട് പക്ഷെ ഇതിലില്ലാത്തവരാണ്, ബിയിൽ ഇല്ലാത്തവരാണ്. അതാണ് ഈ കണ്ടീഷൻ. അതേപോലെ എക്സ് എയിലുണ്ട് പക്ഷെ സിയിലില്ല. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു എ മൈനസ് സി. ഇപ്പൊ നോക്കുമ്പോ എക്സ് എ മൈനസ് ബിയിലും ഉണ്ട്, എ മൈനസ് സിയിലും ഉണ്ട്. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബി ഇന്റർസെക്ഷൻ എ മൈനസ്. ഇപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കണ്ടീഷൻ ഏത് മാത്രമേ ഉള്ളൂ? എ മൈനസ് ബി യൂണിയൻ സി ഈസ് എ സബ്സെറ്റ് ഓഫ് ദിസ് വൺ. ഇനിയിപ്പോ വേണ്ടത് ഇത് എ മൈനസ് ബി യൂണിയൻ സിയുടെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിന് ഇതിലൊരു എക്സ് എടുത്തിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് പോകണം. നേരെ തിരിച്ചു പോകാൻ ഇതേ റൂട്ട് തന്നെ ബാക്കോട്ട് പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഡബിൾ ഇംപ്ലൈസ് എന്നിടുന്നേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം ഇത് ഇതിന്റെ സബ്സെറ്റ് ആയി, ഇത് ഇതിന്റെ സബ്സെറ്റും ആയി. Therefore, ഡയറക്റ്റ് നമുക്ക് എഴുതാം എ മൈനസ് ബി യൂണിയൻ സി is equal to a minus c, a minus b intersection a minus c. a minus b union c is equal to a minus b intersection a minus c എന്നുള്ളത് നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ടും പ്രൂവ് ചെയ്യാം. So ഏതാ a minus b union c? So b union c is a, is b is c. So b union c എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വരും. So a minus b union c എന്ന് പറഞ്ഞാൽ എയിലുണ്ട് പക്ഷെ ഏതിലില്ല? b union c ഇല്ല. So this is the portion. Now what is a minus b intersection a minus c? വേറെ ഒന്ന് എടുക്കുകയാണ്. a b c. a minus b, a minus b is the portion എയിലുണ്ട് പക്ഷെ ബിയിൽ ഇല്ലാത്ത കളക്ഷൻ ആണ്. ഇത് a മൈനസ്. ഏതാ? a മൈനസ് സി. എയിലുണ്ട് പക്ഷെ സിയിൽ ഇല്ലാത്ത കളക്ഷൻ ആണ്. എയിലുണ്ട് പക്ഷെ ഏതിലില്ല? സിയിലില്ല. അതിന്റെ ഇന്റർസെക്ഷൻ ആണ് ഈ പോർഷൻ. സോ ഇങ്ങനെയും പ്രൂഫ് പറയാം. പക്ഷെ നമ്മൾ അനാലിസിസിൽ കുറച്ചും കൂടെ ആവശ്യം നേരത്തെ പറഞ്ഞ എക്സ് ഇതിലെടുത്ത് എക്സ് രണ്ടാമത്തേലുണ്ട്. സോ ദിസ് ഇസ് സബ്സെറ്റ് ഓഫ് ദി സെക്കൻഡ് വൺ. അതേപോലെ നേരെ തിരിച്ച് ആ രീതിയിലുള്ള പ്രൂഫാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നോക്കാം രണ്ടാമത്തെ പ്രോബ്ലം. ഫോർ ഈച്ച് n belongs to n, let an is equal to. സോ an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് a1 വരാം, a2 വരാം, a3 വരാം, a4 വരാം, ഓരോന്ന് വരാം. കാരണം n belongs to n കറസ്പോണ്ടിങ് ആയിട്ട് ഒക്കെയും സെറ്റുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. വാട്ട് ഇസ് an? an the set of all n plus 1 k where k belongs to n. അപ്പൊ ആ സെറ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ മാത്രമേ ഇവിടെ പണിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് വേണ്ടത് a1 യൂണിയൻ a2. സോ വാട്ട് ഇസ് a1? a1 is, ഇതിന്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a1 is n1 ആയി. സോ 2k where k belongs to n. ഇതാണ് a1. അപ്പൊ എന്തായിരിക്കും a2? നോക്കാം. അതിന് മുന്നേ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാമല്ലോ. k belongs to n എന്ന് പറഞ്ഞാൽ k യുടെ വാല്യൂ 1 വരാം, 2 വരാം, 3 വരാം, ഇതൊക്കെ വരാം. ആൻഡ് 2k എന്ന് പറഞ്ഞാൽ 2 times k ആയി. അപ്പൊ അതിൽ എലമെന്റ്സ് വരും 2, 4, 6, 8 ഈവൻ നമ്പേഴ്സ് ആണ്. സോ ദിസ് ഇസ് a1. ഇതേപോലെ a2 is, what is a2? 2 plus 1, that is 3 set of all 3k, k belongs to n. അതായത് നമുക്ക് കിട്ടുന്ന 3 യുടെ മൾട്ടിപ്പിൾസ് ആണ് 3, 6, 9, 12 etc. സോ ഇതാണ് a2. ഇതുപോലെ a3, that is 4 ന്റെ മൾട്ടിപ്പിൾസ് വരും. a4 5 ന്റെ മൾട്ടിപ്പിൾസ് ആയി. a5 6 ന്റെ മൾട്ടിപ്പിൾസ് ആയി. അപ്പൊ ഈ സെറ്റ് ക്ലിയർ ആയി. Now what is a1 intersection a2? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ടാവുക? 6. then അടുത്തത് 9 എന്തായാലും വരില്ല. then next is 12. അടുത്തത് 18. അതിന്റെ അർത്ഥം എന്തിന്റെ മൾട്ടിപ്പിൾസ് ആവാനാണ് ചാൻസ്? 6 ന്റെ മൾട്ടിപ്പിൾസ് ആണ് വരിക. ഈ 6 ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
set of all 6k where k belongs to n എന്ന് എഴുതാം. ഇനി അല്ല ഇതിന്റെ ടേംസ് പറയുകയാണെങ്കിൽ that is A5. So A5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ വരിക. So A1 intersection A2 is A5. ശരി, ഇനി രണ്ടാമത്തെ B part. So what is B part? Determine the sets. ഇത് നൊട്ടേഷൻ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. യൂണിയൻ ഓഫ് an where n belongs to n. anകളുടെ യൂണിയൻ ആണ്. ഇവരൊക്കെ യൂണിയൻ ആണല്ലോ. അതിലൊക്കെ that is A1 union, A2 union, A3 union, etc. A1 എന്ന് പറയുന്നത് 2 ന്റെ മൾട്ടിപ്പിൾസ് ആണ്, A2 എന്ന് പറഞ്ഞാൽ 3 ന്റെ മൾട്ടിപ്പിൾസ് ആണ്, A3 എന്ന് പറഞ്ഞാൽ 4 ന്റെ മൾട്ടിപ്പിൾസ് ആ, A4 എന്ന് പറഞ്ഞാൽ 5 ന്റെ മൾട്ടിപ്പിൾസ് ആ. ഇങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4, 5, 6 ഇങ്ങനെ പോയിട്ട് നാച്ചുറൽ നമ്പേഴ്സ് അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും വരും, അവരുടെ മൾട്ടിപ്പിൾസും വരും. പക്ഷെ ഇതിൻ്റെ അകത്ത് നാച്ചുറൽ നമ്പേഴ്സിൽ ഒരാള് കുറഞ്ഞു പോയി. ഏതായിരിക്കും ആ നാച്ചുറൽ നമ്പേഴ്സിൽ ഒരാൾ? 1 ഇവിടെ എവിടെയും പറയുന്നില്ല. സോ this is the set of all natural numbers except 1. Now what is intersection an? Two in the multiples A1 intersection A2 എടുത്തപ്പോൾ തന്നെ അത് A5 ആവും. ഇനി A1 intersection A2 intersection A3 intersection ഇങ്ങനെ മൊത്തമായിട്ട് വരും. അപ്പൊ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഉണ്ടാവും? ആരും ഉണ്ടാവും. സോ ഇന്റർസെക്ഷൻ AN is null set.